Hi, welcome to Madcom. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗിൽ നിന്നുള്ള പൈപ്സ് ആൻഡ് സിസ്റ്റമുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പായി we would like to inform you that there are various playlists are available in our channel related with class 10 plus 1 plus 2 physics, chemistry, mathematics topic, quantitative aptitude and reasoning topics, advanced chemistry related informations, certificate related informations. Videos are available in both English as well as in Malayalam. Update regarding the channel is available in our Instagram page named as Madcom. Link to follow will be given in the description box. Please follow it. So we'll go to the question. Question ingeneyanu. A leak in the bottom of a tank can empty the full tank in 8 hours. An inlet pipe fills the tank, so it fills water at the rate of 6 liters per minute. When the tank is full, inlet is opened and due to the leak, the tank is empty in 12 hours. How many liters does the cistern hold? അതായത് ഒരു ടാങ്ക് ഉണ്ട്, ടാങ്കിന് ലീക്ക് ഉണ്ട്. ആ ലീക്ക് മൂലം ഫുൾ ടാങ്ക് ആയിരിക്കുവാണെങ്കിൽ ആ ലീക്ക് മൂലം ആ ടാങ്ക് എന്ന് പറയുന്നത് 8 മണിക്കൂർ കൊണ്ട് ഇതിനകത്ത് വെള്ളം മുഴുവൻ തീരും. 8 മണിക്കൂർ കൊണ്ട് ആ ലീക്കിലൂടെ വെള്ളം പോയിട്ട് 8 മണിക്കൂർ കൊണ്ട് വെള്ളം മുഴുവൻ തീരും. ദെൻ ടാങ്കിലേക്ക് വെള്ളം എത്താതിരിക്കാനായിട്ട് നമുക്കൊരു ഇൻലെറ്റ് പൈപ്പ് ഉണ്ട്. ആ ഇൻലെറ്റ് പൈപ്പ് 1 മിനിറ്റിൽ 6 ലിറ്റർ വെള്ളം വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുക. ഇൻലെറ്റ് പൈപ്പ് 1 മണിക്കൂറിൽ 6 ലിറ്റർ വെള്ളം വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുക. ടാങ്ക് ഫുള്ളായിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഇൻലെറ്റ് ഓപ്പൺ ആക്കുന്നു, ലീക്കും ഉണ്ട്. ഇൻലെറ്റ് ഓപ്പൺ ആക്കുന്നു വേണം. അപ്പോൾ ഇൻലെറ്റിലൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു, ലീക്കിലൂടെ വെള്ളം വെളിയിൽ പൊക്കോണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 12 മണിക്കൂർ കൊണ്ട് ടാങ്ക് എംപ്റ്റി ആവും. ഇങ്ങനെ ഫോർ എക്സാമ്പിൾ ഇൻലെറ്റിലൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു, ലീക്കിലൂടെ വെള്ളം വെളിയിലിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഓൾറെഡി ടാങ്ക് ഫുൾ ആയിരുന്നുവെങ്കിൽ ടാങ്ക് 12 മണിക്കൂർ കൊണ്ട് എംപ്റ്റി ആവും. അങ്ങനെയാണെങ്കിൽ ഈ ടാങ്കിൽ എത്രത്തോളം വെള്ളം കൊള്ളാനായിട്ട് പറ്റും? നമുക്ക് വോളിയം എത്രയാണെന്ന് അറിയത്തില്ല. സോ നമുക്ക് അസ്യൂം ചെയ്യാം വോളിയം ഓഫ് ദ ടാങ്ക് അല്ലെങ്കിൽ ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയും. വോളിയം ഓഫ് ദ ടാങ്ക് അല്ലെങ്കിൽ ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ എക്സ് എന്ന് അസ്യൂം ചെയ്യുവാണെങ്കിൽ ലീക്ക് മൂലം 8 മണിക്കൂർ കൊണ്ട് വെള്ളം ലോസ് ആവും. അങ്ങനെയാണെങ്കിൽ വാട്ടർ ലോസ്റ്റ് ഇൻ 1 അവർ, ഒരു മണിക്കൂർ നഷ്ടമാകുന്ന വെള്ളത്തിന്റെ അളവ്, അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ ലീക്ക് ഇൻ 1 അവർ, അതായത് ലീക്ക് 1 മണിക്കൂറിൽ ചെയ്യുന്ന ജോലി എത്രയാണ്? വോളിയം ഓഫ് ദ ടാങ്ക് എക്സ് ആണെങ്കിൽ എക്സ് ഡിവൈഡഡ് ബൈ 8 എന്ന് എഴുതാം. കറക്റ്റ്. കാരണം എന്താണ്? 8 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും? എക്സ് വോളിയം ഓഫ് വാട്ടറിനെ ലീക്ക് ഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ 1 മണിക്കൂർ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് x by 8 ആയിരിക്കും. ഇൻ ദ സെയിം വേ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ടാങ്ക് ഫുള്ളാണ്, ഇൻലെറ്റ് ഓപ്പണുമാണ്. ലീക്ക് മൂലം വാട്ടർ എത്ര സമയം ടാങ്ക് എംപ്റ്റി ആവും? ടാങ്ക് 12 മണിക്കൂറുണ്ട്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? വർക്ക് ഡൺ ബൈ ഇൻലെറ്റും അതുപോലെ തന്നെ ലീക്കും കൂടെ കൂടി ഒന്നിച്ച് ചെയ്യുന്ന വർക്കിന്റെ അളവെന്ന് പറയുന്നത് 1 മണിക്കൂർ ഇൻ 1 അവർ, 1 മണിക്കൂറിൽ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് x/12 ആയിരിക്കും. ഓക്കെ, x/12 ആയിരിക്കും. കറക്റ്റ്. ബിക്കോസ് 12 മണിക്കൂർ കൊണ്ടാണ് ഇൻലെറ്റ് ഓപ്പൺ ആണ്, ലീക്ക് ഉണ്ടെങ്കിൽ 12 മണിക്കൂർ കൊണ്ടാണ് ആ വെള്ളം മുഴുവൻ വെളിയിൽ പോയി തീരുന്നത് എങ്കിൽ 1 മണിക്കൂർ ഇൻലെറ്റും ലീക്കൂടെ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് x/12 ആയിരിക്കും. സോ ബേസിക്കലി x/8 മൈനസ് x/12, അതായത് 1 മണിക്കൂർ ലീക്ക് ചെയ്യുന്ന വർക്ക്, 1 മണിക്കൂർ ലീക്കും ഇൻലെറ്റും കൂടെ കൂടുതൽ ചെയ്യുന്ന വർക്ക്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 1 മണിക്കൂർ ഇൻലെറ്റ് ചെയ്യുന്ന വർക്ക്. 1 മിനിറ്റിൽ ഇൻലെറ്റ് എന്ന് പറയുന്നത് 6 ലിറ്റർ വെള്ളത്തെ ഫില്ല് ചെയ്യുമെങ്കിൽ 1 മണിക്കൂറിൽ 6 ലിറ്റർ വെള്ളം 1 മിനിറ്റിൽ ഫില്ല് ചെയ്യുമെങ്കിൽ 1 മണിക്കൂറിൽ 360 ലിറ്റർ വെള്ളം ഫില്ല് ചെയ്യും. കാരണം എന്താണ്? ഒരു മണിക്കൂർ എന്ന് പറയുന്ന 60 മിനിറ്റ് ആണ്, അവറിലേക്ക് മാറുമ്പോൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് യു വിൽ ഗെറ്റ് 360 ലിറ്റേഴ്സ്. സോ ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 360 ലിറ്റർ ആണ്. സോ ഇതിനെ നമ്മൾ ക്രോസ് ചെയ്താൽ 12x മൈനസ് 8x ഡിവൈഡഡ് ബൈ 12 into 8 which is equal to 360. That is 12 minus 8x is equal to 4x divided by 12 into 8 is equal to 360. 12 4 കൂടെ ക്യാൻസൽ ചെയ്ത് you will get 3 here. That is x/24 equal to 360. That is x എന്ന് പറയുന്നത് എന്ത് കിട്ടും? 24 into 360 എന്ന് കിട്ടും. That is equal to 8640 liters. എന്തായിരുന്നു x? Volume of the tank, or the how much liters of water can be filled in the tank. That is equal to 8640. Explanation clear ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം.
ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്വസ്റ്റിന് ഡിസ്കഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിന് ഡിസ്കഷനോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതുകൂടി കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പെർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.